എന്തോയി ഇന്ന് പണപ്പെരുമഴയായിരുന്നടാ. പണപ്പെരുമഴ? പണപ്പെരുമഴ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന കണക്ക് പണം പെയ്ത് എല്ലാരും കൂടെ എടുത്ത് നെവിനും എടുത്തോണ്ട് പോയി. ഞാനേട്ടൻ പറഞ്ഞ നെവിന്റെ അടുത്ത് എടുക്കരുതെന്ന്. അത് പണപ്പെട്ടിയില്ലേ? പണപ്പെട്ടിയല്ല, മഴ പെയ്യുന്ന പോലെ പണം പെയ്യുവാ. നെവിൻ എടുത്തുവിടെന്ന് പറഞ്ഞാൽ അത്രയും പേര് എടുക്കുമ്പോഴത്തേക്ക് അത് കഷ്ടമല്ലേ? അല്ലെങ്കിൽ നെവിനെ ഇറക്കി വിടണമായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ അവര് ചെയ്തത് മോശം. അവന് കഷ്ടമല്ലേ? ഇത്രയും ദിവസം ആദ്യം പോലെ കളിച്ചോണ്ടിരിക്കുന്ന നെവിനും പൈസ എടുക്കാനുള്ളത് കൊടുക്കണം. അത് തന്നെ കഷ്ടമല്ലേ? അവൻ എടുത്തോണ്ട് പോയി. അവൻ എടുത്തോണ്ട് പോയി. അതിന്റെ ഇടയിൽ കൂടെ അടിച്ചു മാറ്റുന്നുള്ള ഉറപ്പാ. അവൻ അതിന്റെ ഇടയിൽ കൂടെ എടുത്തോണ്ട് പോയി. പിന്നെ എല്ലാരും എടുക്കുമ്പോ അവൻ നോക്കിക്കണ്ടേ? അല്ലെങ്കിൽ അവൻ അന്നേ പുറത്താക്കണ്ടേ? അത് മാത്രമല്ല, അക്ബറിനെയും ഈ നെവിനെയും ഈ പെൺപിള്ളേരെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. എല്ലാരും കൂടെ വളഞ്ഞിട്ട് അങ്ങ് ആക്രമിക്കും. കാര്യം എന്ന് വെച്ചാൽ നോമിനേഷൻ തന്നെ അവർ രണ്ടുപേരായിരിക്കും ചെയ്യുന്നത്. അവർ രണ്ടുപേരും അല്ല, എല്ലാരും ഉണ്ട് നോമിനേഷന്. അവരങ്ങനെ കുളിരുപോരി ഇരുന്നതാ. എല്ലാരും ഉണ്ട്. അവരെ രണ്ടുപേരും നോമിനേഷൻ ചെയ്തിട്ട് ബാക്കി എല്ലാവർക്കും ചുമ്മാ ഇരിക്കാം. നൂറ് കാണത്തില്ല. നൂറില്ല, ബാക്കി മൊത്തം പേരും ഉണ്ട്. ആര് ബോസ് പറഞ്ഞാ? ബിക്കോസ് പറഞ്ഞു ബാക്കി എല്ലാരും ഉണ്ട്. എനിക്ക് ഭയങ്കരമായ സന്തോഷം. അല്ലെങ്കിൽ എല്ലാരും കൂടെ പേര് രണ്ടുപേരെ ഇട്ടേനെ. പക്ഷെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ സമയമായപ്പോ നെവിന്റെ ആരാധിക അല്ലടാ, ഞാൻ അനീഷിന്റെ ആരാധിക. എന്നാലും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ നമ്മള് അത് പറയണ്ടേ? അല്ലെങ്കിൽ അവരെ ഇറക്കി വിടണമായിരുന്നു. ഓരോന്നും മാറ്റിയും തിരിച്ചും പറയുന്നു. 2 ദിവസം മുമ്പേ നെവിനെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടമായതാണ് സംസാരം. അത് ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ഓരോ ദിവസം അന്നന്ന് കാണുന്ന കാര്യങ്ങളല്ലേ പറയേണ്ടുന്നത്? അന്നന്ന് നടക്കുന്നില്ലേ അതിനകത്ത്? ഇതെന്തോ തലയിൽ സാധനം വെച്ചോണ്ട് അത് ഇനി അടുത്ത പണത്തിന്റെ വരവായി വളച്ചു വെച്ചേക്കുന്നു. അപ്പൊ ഇത് പണം ഇച്ചിരിച്ചേ കൊടുക്കുക? ഇച്ചിരിച്ചേ കൊടുക്കുക. പണപ്പെട്ടിയായിട്ട് ഒറ്റ കൊടുപ്പില്ല. എല്ലാ പ്രാവശ്യത്തെ കണക്കല്ലേ? ഭയങ്കര ഇതല്ലേ ഇത്? 7 മണി വെറൈറ്റിയാ. 7 മണി വെറൈറ്റി എന്നല്ല, ആളുകൾക്ക് ഭയങ്കര ലാഭവുക. അപ്പോഴത്തേക്ക് നെവിനെ അക്ബറിനെ ഇവര് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അതിൽ നമുക്ക് ഖേദമുണ്ട്. അതുപോലെ നെവിന് പൈസ എടുക്കാത്തതിന് നമുക്ക് വിഷമമുണ്ട്. അതാ പൈസ കൊടുക്കാത്ത നെവിനും കൂടെ പൈസ കൊടുക്കണം. എല്ലാരും കൂടെ ചേർന്ന് രണ്ടുപേരും ആ വീട്ടിനകത്ത്. അല്ലെങ്കിൽ അവ അന്ന് പോകണമായിരുന്നു. കുഴപ്പം കാണിച്ചപ്പെടുത്ത് കളയണം. പിന്നെ അതിന്റെ അകത്ത് നിർത്തി ആര്യനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കാണിക്കുന്ന മോശം. അതുമല്ല എല്ലാരും കൂടെ ഇട്ട് ഒറ്റ ഷാനവാസ് വീണപ്പോഴത്തേക്കും പെൺപിള്ളേരെല്ലാം കൂടെ ഡ്രാമ അതായതെന്നൊക്കെ അവര് പറഞ്ഞതെല്ലാം കൂടെ വെച്ച് ആളുകൾക്ക് മുന്നിൽ അവരെ നെഗറ്റീവ് ആക്കി മാറ്റുക. അതല്ലേ ഞാൻ അന്നും പറഞ്ഞത്. അല്ലാതെ അങ്ങനെ നെഗറ്റീവ് ആക്കി മാറ്റുന്ന ഒരു വീട്ടിൽ പിന്നെ വേറെ സംഭവം ഉണ്ടായി. എന്തുവാ? നസ്രിയ നാസിം ഒരു സ്റ്റോറി ഇട്ടേക്കുന്നു. ടൊവിനോ തോമസ് നസ്രിയ നാസിം കൂടെ അഭിനയിക്കുന്ന സിനിമയിൽ ചുറുചുറുക്കുള്ള ഒരു ഉമ്മായ ആവശ്യമുണ്ടെന്ന്. എനിക്ക് ചുറുചുറുക്കില്ലടാ, ഞാൻ ചെല്ലാന്ന് പറയടാ. നിങ്ങൾക്ക് ചുറുചുറുക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് എനിക്ക് ആ സ്റ്റോറി അയച്ചു തന്നു. കുറെ പേര് എനിക്ക് അയച്ചു തന്നു ഈ സ്റ്റോറി ഉമ്മായ അയക്കുന്ന പറഞ്ഞു. കേരളത്തിൽ ഇത്രയും ചുറുചുറുക്കുള്ള ഒരു ഉമ്മ ഇപ്പൊ ഇല്ല. നീ നസ്രിയ അടുത്തും തോമസിന്റെ അടുത്തും പറ. ആ ജോസഫിന്റെ അടുത്ത് പറഞ്ഞിട്ടോ നടന്നില്ല. എങ്ങനെ സമ്മതിക്കും? നിങ്ങളിത് പേര് കറക്റ്റ് പറയുന്നില്ലല്ലോ. ടൊവിനോ തോമസിന് തോമസ് എന്ന് പറയുന്നു, ജിത്തു ജോസഫിന് ജോസഫ് എന്ന് പറയുന്നു. രണ്ടുപേരുള്ളത് ഞാൻ എനിക്ക് 2 പേര് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ എന്റെ അടുത്ത് ചൂടാവില്ല കേട്ടോ. ഞാനുള്ളതുകൊണ്ട് ഇതൊക്കെ കിട്ടുന്നത്. അവരടുത്ത് പറയടാ. വലിയൊരാളാകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ എഴുതി തള്ളരുത്. അല്ല, ഞാൻ ചുറുചുറുക്കായിട്ടിരിക്കല്ലേ? നിന്നെ ഞാൻ കൂടെ കൊണ്ടുപോകത്തില്ലേ? എന്നെ കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ ഫേമസ് ആവുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും ഫേമസ് ആവും. ചീരയും നനയട്ടെ. പിന്നെ അങ്ങനല്ലേ വേണ്ടുന്നത്? നീ ഉള്ളതുകൊണ്ടല്ലേ ഇത് പിടിച്ച് ലോകര് മുഖം കാണാനൊക്കെ. ഇന്നെങ്കിലും നല്ലത് പറഞ്ഞു. ഒന്നും പറയല്ലേ.